വെൽക്കം സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ക്ലാസ് റൂം ഐഷാൻ സ്പേസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 2 വിങ്സ് ആൻഡ് വീൽസിലെ ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന ചാപ്റ്ററാണ്. അതിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. കരോളിൻ ഷെർവിൻ ബെയ്ലി. ഷീ റോട്ട് ദിസ് 1875 to 1961. She was an American writer of children's literature. She was born in the Hoosick Falls, New York, and attended Teachers College, Columbia University, from where she graduated in 1896. Her stories for children include Boys and Girls of Colonial Days 1917, Broad Strips and Bright Stars 1919, Hero Stories 1919, and The Little Rabbit Who Wanted Red Wings 1945. She wrote for the Children's Hour 1906 in collaboration. In 1947, her book Mickey Hickory won the Newbery Medal. And this chapter is about a little boy who explored his surroundings to find out a little red house. തൻ്റെ പരിസരം നന്നായിട്ട് വീക്ഷിച്ച ഒരു കുട്ടിയുടെ കഥയാണ് നമ്മളിതിൽ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആ കുട്ടി ഒരു ലിറ്റിൽ റെഡ് ഹൗസ് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ്. ആ കുട്ടിയുടെ യാത്രയിൽ നമുക്കുമൊപ്പം ചേരാം, അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരിക്കലും നമ്മൾ മനസ്സിൽ നിന്ന് കളയാൻ ആഗ്രഹിക്കില്ല, അത്രയ്ക്ക് നല്ലൊരു സ്റ്റോറിയാണ്. On a cold, rainy and windy Saturday in October, a little boy was bored. He went down to the kitchen where his mother was reading the newspaper and he said, "Mom, I don't know what to do. I am bored. ഒരു കുട്ടി പറയുകയാണ്, അല്ലേ? ഓൺ എ കോൾഡ് റെയിനി ആൻഡ് വിൻഡി സാറ്റർഡേ ഇൻ ഒക്ടോബർ, അതായത് ഒക്ടോബർ മാസത്തിലെ ഒരു തണുത്ത മഴയും കാറ്റും ഉണ്ടായിരുന്ന ഒരു ശനിയാഴ്ച ദിവസം. കുട്ടി ഒരു ആൺകുട്ടിയാണ്. അവൻ്റെ അമ്മയെടുത്ത് കിച്ചണിൽ ചെന്നിട്ട്, കിച്ചണിൽ അമ്മ ഉണ്ട്. ഡൗൺ ടു ദ കിച്ചൺ where his mother was reading the newspaper. അപ്പോൾ അമ്മ എന്ത് ചെയ്യണം? പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ. അമ്മയോട് പറയുകയാണ്, അമ്മേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ മടുത്തു. ഐ ആം ബോർഡ്. നമ്മളും പറയാറുണ്ടല്ലേ അമ്മമാരുടെ അടുത്ത്, നിങ്ങളും പറയാറില്ലേ മടുത്തു എന്ന് പറയാറില്ലേ? അതുപോലെ. ഹിസ് മദർ ലുക്ക്ഡ് അപ്പ് ഫ്രം ഹെർ പേപ്പർ ആൻഡ് സ്മൈൽഡ്. വൈ ഡോണ്ട് യു ഡ്രോ എ പിക്ചർ വിത്ത് യുവർ ന്യൂ ക്രയോൺസ്? ശരിക്കും അമ്മമാർക്ക് ടെൻഷനാണ് മക്കളിങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? അതവർ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? പതുക്കെ മെല്ലെ ന്യൂസ് പേപ്പറിൽ നിന്ന് മുഖം ഉയർത്തി പിടിച്ചിട്ട് കുട്ടിയോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വൈ ഡോണ്ട് യു ഡ്രോ എ പിക്ചർ വിത്ത് യുവർ ന്യൂ ക്രയോൺസ്? നിനക്ക് നിന്റെ പുതിയ ക്രയോൺസ് കൊണ്ടൊരു ചിത്രം വരച്ചാൽ എന്താ? ഐ ഓൾറെഡി ഡ്രൂ 100 pictures, he said. ഐ ആം ബോർഡ്. ഞാൻ നേരത്തെ തന്നെ 1000 ചിത്രങ്ങൾ വരച്ച് കഴിഞ്ഞു അമ്മേ, എനിക്ക് ബോറടിക്കുന്നു എന്ന് അവൻ പിന്നെയും പറയുന്നു. വെൽ, വൈ ഡോണ്ട് യു റീഡ് വൺ ഓഫ് യുവർ ന്യൂ ലൈബ്രറി ബുക്സ്, ഷീ സജസ്റ്റഡ്. അപ്പോൾ അമ്മ അടുത്ത നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്താണ്? എങ്കിൽ പിന്നെ നിനക്ക് നിൻ്റെ ലൈബ്രറി പുസ്തകങ്ങളില്ലേ, അതിൽ ഒരെണ്ണം എടുത്ത് വായിച്ചൂടെ? ഐ ഓൾറെഡി റെഡ് ഓൾ ഓഫ് മൈ ബുക്സ് 1000 times. ഐ ആം ബോർഡ്, ഹി സെഡ്. ആ കുട്ടി വീണ്ടും പറയുകയാണ്, എൻ്റെ ലൈബ്രറി ബുക്സ് എല്ലാം 1000 തവണ ഞാൻ വായിച്ചു കഴിഞ്ഞു, എനിക്ക് ബോറടിക്കുന്നു. ഹൗ അബൌട്ട് പ്ലേയിങ് വിത്ത് യുവർ ടോയ്സ്, ഷീ സെഡ്. എങ്കിൽ പിന്നെ നിനക്ക് നിൻ്റെ ടോയ്സ് എടുത്ത് കളിച്ചൂടെ എന്ന് ചോദിക്കുന്നു. ഐ ഓൾറെഡി പ്ലേഡ് വിത്ത് എ മില്യൺ ടോയ്സ്. ഐ ആം ബോർഡ്. അപ്പം എന്താണ് കുട്ടി പറഞ്ഞത്? 1,000,000 കളിപ്പാട്ടങ്ങൾ ഞാൻ കളിച്ചു കഴിഞ്ഞു അമ്മേ, എനിക്ക് മടുത്തു എന്ന് പിന്നെയും പറയുന്നു. അപ്പോൾ കുട്ടിക്ക് ആകെ വിരസതയാണ്, അല്ലേ? അവന് എന്താണ്, ഒന്നും ചെയ്യാനായിട്ട് മനസ്സില്ല. ഇതൊക്കെ അവൻ ചെയ്ത് കഴിഞ്ഞു, ഇതൊന്നും ചെയ്യണ്ട. മോസ്റ്റ് ഓഫ് ദ ടൈം mothers don't like it when their children say they are bored. I was never bored when I was your age, they said. Though this can't be true, can it? അപ്പോൾ കുട്ടികൾ മടുത്തു എന്ന് പറയുന്നത് അമ്മമാർക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല. അതാണ് സത്യം. നിൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് മടുപ്പ് തോന്നിയിട്ടേ ഇല്ല എന്ന് അമ്മ കുട്ടിയോട് പറയുകയാണ്.
അവർ പറയും, പക്ഷേ അത് സത്യമായിരിക്കില്ല. ഐ വാസ് നെവർ ബോർഡ് വെൻ ഐ വാസ് യുവർ ഏജ്, ദേ സെഡ്. ദോ ദിസ് കാൻ ബി ട്രൂ, ക്യാൻ ഇറ്റ്? അപ്പോൾ ആർക്കെങ്കിലും ബോറടിക്കാതിരിക്കുമോ അല്ലേ? ചെറിയ മക്കൾക്ക് ചെറുതിലേ എല്ലാവർക്കും ബോറടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അമ്മമാർ കള്ളം പറയുന്നതായിരിക്കും എന്ന് പറയുന്നു. The little boy's mother thought for a bit, and then she said, I remember one day when I was your age, I was bored. അപ്പോൾ അമ്മ പറയുകയാണ്, ഞാൻ ഓർക്കുന്നു. കുറച്ച് നേരം ആലോചിച്ചിട്ട് അമ്മ പറയുകയാണ്, ഞാൻ ഓർക്കുന്നു, ഞാൻ നിൻ്റെ പ്രായമായിരുന്നപ്പം എനിക്ക് ഇതുപോലെ ഒരിക്കൽ ബോറടിച്ചു. My mother, your grandmother, sent me out to search the strangest little house. If you would like, I can tell you just what she told to me. അപ്പോൾ എനിക്കിതുപോലെ പണ്ടൊന്ന് ബോറടിച്ചപ്പോഴത്തേക്കും നിൻ്റെ മുത്തശ്ശി, എൻ്റെ അമ്മ, എന്നെ പുറത്ത് ഒരു വീട് കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞ്, സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ളൊരു വീട് കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞ് എന്നെ പുറത്തേക്ക് വിട്ടു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നിന്നോടത് പറഞ്ഞു തരാം. ഇഫ് യു വുഡ് ലൈക്ക്, ഐ ക്യാൻ ടെൽ യു ജസ്റ്റ് വാട്ട് ഷീ ടോൾഡ് മീ ടു ഡു. എന്നോട് എന്താണ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ദ ലിറ്റിൽ ബോയ് ലുക്ക്ഡ് അപ്പ്. അപ്പോൾ അവന് അമ്മേനെ നോക്കി. ഹിസ് മദർ വാസ് ബോർഡ് വൺസ്. ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. കൊള്ളാലോ, എൻ്റെ അമ്മയ്ക്കും ഒരിക്കൽ ബോറടിച്ചിരിക്കുന്നു. അത് അവന് രസമായിട്ട് തോന്നി. ഷീ സെഡ്, ഫസ്റ്റ് യു നീഡ് ടു പുട്ട് യുവർ റെയിൻ കോട്ട് ആൻഡ് യുവർ ഹാറ്റ് ആൻഡ് യുവർ സ്കാർഫ് ആൻഡ് യുവർ മിറ്റൺസ് ആൻഡ് യുവർ ബൂട്ട്സ്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? ആദ്യം നീ നിൻ്റെ മഴക്കോട്ടും തൊപ്പിയും സ്കാർഫും മിറ്റണും ബൂട്ട്സും ഒക്കെ നീ ധരിക്കുക. മിറ്റൻസ് എന്ന് പറഞ്ഞാൽ 4 വിരലുകൾ ഒന്നിച്ചും പിന്നീട് തള്ളവിരൽ പ്രത്യേകിച്ചും മാത്രം ഇടാവുന്ന ഒരു തരം കയ്യുറയാണത്. മിറ്റൻസ്, കയ്യുറ. അതൊക്കെ നീ ധരിച്ചുകൊണ്ട് വാ. And then you need to walk up the block and down the block and around the block to look for that little house. അങ്ങനെ നീ ഞാൻ പറഞ്ഞ ഈ വസ്ത്രങ്ങളൊക്കെ സംഗതികളൊക്കെ നീ ഇട്ടിട്ട് വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ബ്ലോക്കിൻ്റെ മുകളിലും താഴെയും ചുറ്റും നടന്ന് ആ ചെറിയ വീടിനായി നീ നോക്കണം. ആ ബ്ലോക്ക് എന്ന് അവർ താമസിക്കുന്ന ഏരിയ ആണ് ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് എ ലിറ്റിൽ ഹൗസ് ദ ബോയ് ആസ്ക്ഡ്. അപ്പോൾ അവന് കൗതുകമായി. അവൻ ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ചെറിയ വീടാണ് അമ്മേ? അവൻ ചോദിച്ചു. ഇറ്റ് ഈസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ഷീ സെഡ്. അപ്പോൾ അമ്മ എങ്ങനത്തെയുള്ള വീടാണെന്ന് വിവരിച്ചു കൊടുക്കുകയാണ്. അതായത് ജനലുകളും വാതിലുകളും ഇല്ലാത്തതായിരിക്കണം, മുകളിൽ ചിമ്മിനിയുണ്ട്, മധ്യത്തിൽ ഒരു നക്ഷത്രമുള്ള ചെറിയ ചുവന്ന വീടാണെന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. ഹിസ് മദർ സെഡ്. ദ ലിറ്റിൽ ബോയ് സ്റ്റേർഡ് അറ്റ് ഹെർ. അപ്പം ചെറിയ കുട്ടി അമ്മേനെ സ്റ്റേർഡ് വെച്ചാൽ തുറച്ച് നോക്കുക എന്നാണ് അർത്ഥം. സ്റ്റെയർ അറ്റ്, കണ്ണു മിഴിച്ച് നമ്മളിങ്ങനെ നോക്കത്തില്ലേ, തുറച്ച് നോക്കുക. ദ ലിറ്റിൽ ബോയ് സ്റ്റേർഡ് അറ്റ് ഹെർ. ഐ നെവർ സോ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. വേർ ഈസ് ഇറ്റ്? അങ്ങനെയൊരു വീട് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ അമ്മേ, അതെവിടെയാണ്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഹിസ് മദർ സെഡ്, ഐ കാൺ ടെൽ യു. എനിക്ക് പറയാൻ സാധിക്കില്ല, അമ്മ പറഞ്ഞു. കണ്ടുപിടിക്കണമല്ലോ അതുകൊണ്ട്. ബട്ട് ഇഫ് യു കീപ് യുവർ ഇയേഴ്സ് ഓപ്പൺ ആൻഡ് യുവർ ഐസ് ഓപ്പൺ ആൻഡ് യു ലുക്ക് ഹാർഡ്, യു ഷുഡ് ഫൈൻഡ് ഇറ്റ് നോട്ട് ടു ഫാർ ഫ്രം ഹിയർ. അമ്മ പറഞ്ഞെന്താണ്, എനിക്കത് പറയാൻ പറ്റില്ല, പക്ഷെ നീ നിൻ്റെ ചെവിയും കണ്ണും നല്ലതുപോലെ തുറന്നു പിടിച്ച് നന്നായി നോക്കിയാൽ ഇവിടെ നിന്ന് അധികം അകലെയല്ലാതെ നിനക്കത് കണ്ടെത്താൻ കഴിയുമെന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ തെരുവ് കുറുകെ കടക്കേണ്ട ആവശ്യം പോലും നിനക്ക് വരില്ല. യു വോണ്ട് ഈവൻ നീഡ് ടു ക്രോസ് ദി സ്ട്രീറ്റ്. ഐ വിൽ ഡു ഇറ്റ്, ഹീ സെഡ്. ഞാനത് കണ്ടുപിടിക്കും എന്ന് കുട്ടി പറഞ്ഞു. അവൻ വളരെ ഇൻട്രസ്റ്റായി. He bundled up his raincoat and his hat, his scarf and his mittens and his boot too, and set out to find out the little round red house with no windows and no doors, a chimney on the top and the star in the middle. അപ്പോൾ അവൻ റെഡിയായി. അവനവൻ്റെ മഴക്കോട്ട്, തൊപ്പി, സ്കാർഫ്, മിറ്റൻ, ബൂട്ട്സ് എല്ലാം കൂടി ഒന്ന് ഭാണ്ഡം കെട്ടിയെടുത്തു. ബണ്ടിൽഡ് അപ്പ് എന്ന് വെച്ചാൽ ഭാണ്ഡം കെട്ടിയെടുക്കുക. എന്നിട്ട് ജനലുകളും വാതിലുകളും ഇല്ലാത്ത, അല്ലേ, മുകളിൽ ചിമ്മിനിയും പിന്നെന്താണ് നടുക്ക് നക്ഷത്രവുമുള്ള ചെറിയ
ഇരുണ്ട ചുമന്ന വീട് തേടി അവൻ പുറത്തേക്ക് ഇറങ്ങി. അവനാകെപ്പാടെ ഇൻട്രസ്റ്റിംഗ് ആയി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഹി വാക്ക് ഡൗൺ ഹിസ് ലോങ് ബ്ലോക്ക് ഓൾ ദി വേ ടു ദി കോർണർ. ഹി സോ വൈറ്റ് ഹൗസസ് ആൻഡ് ബ്ലൂ ഹൗസസ് ആൻഡ് യെല്ലോ ഹൗസസ് ആൻഡ് ഗ്രീൻ ഹൗസസ്. ദെൻ ഹി സോ എ റെഡ് ഹൗസ്. അവൻ ആ ബ്ലോക്കിൽ താഴേക്ക് നടന്നു അല്ലേ. അങ്ങനെ അവൻ നടക്കാൻ തുടങ്ങി. അതായത് ആ ദൈർഘ്യമേറിയ ബ്ലോക്കിൻ്റെ എല്ലാ മൂലകളിലും അവൻ നടന്നു. അപ്പോൾ അവൻ എന്തൊക്കെ വീടാണ് കണ്ടത്? വൈറ്റ് ഹൗസ് കണ്ടു അല്ലേ, വെള്ള കളറിലെ വീട് കണ്ടു, ബ്ലൂ ഹൗസ് കണ്ടു, യെല്ലോ ഹൗസസ് കണ്ടു, ഗ്രീൻ ഹൗസസും കണ്ടു, പിന്നെ അവനൊരു റെഡ് ഹൗസും കണ്ടു. അപ്പോൾ അവൻ്റെ റിയാക്ഷനാണ് there it is, he cried. അത് ഞാൻ കണ്ടുപിടിച്ചു, അതാ അവിടെ തന്നെ. ബട്ട് വെയിറ്റ്, പിന്നെന്താണ്, പക്ഷേ നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ദ ഹൗസ് വാസ് സ്ക്വയർ. അത് നിരാശയായി. ഹൗസ് എന്താണ്? റൗണ്ട് അല്ല, സ്ക്വയറാണ്. ദ ഹൗസ് വാസ് സ്ക്വയർ, നോട്ട് റൗണ്ട്. ഇറ്റ് ഹാഡ് എ ചിമ്മിനി, ഓൾ റൈറ്റ്, ബട്ട് ഓൾസോ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വിൻഡോസ്. It had a door too. He couldn't tell if there was a star. The windows had curtains on the inside. പിന്നെന്താ സംഭവം? അവൻ വിചാരിച്ച പോലെയേ അല്ല. അതിന് ചിമ്മിനിയുണ്ട്, ഓൾ റൈറ്റ്, ബട്ട് ഓൾസോ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വിൻഡോസ്. ഒരുപാട് വിൻഡോസ് ഉണ്ട് അല്ലേ. അമ്മ പറഞ്ഞപ്പോൾ വിൻഡോസ് ഒന്നും പറഞ്ഞില്ല, വിത്ത് നോ വിൻഡോസ് എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ ഇവിടെ ധാരാളം വിൻഡോസ് ഉണ്ട് അല്ലേ. ഇറ്റ് ഹാഡ് എ ഡോർ ടു. അതിന് ഡോറും ഉണ്ട്. ഹി couldn't tell if there was a star. അതിൻ്റെ അകത്ത് സ്റ്റാർ ഉണ്ടോ എന്ന് അവന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നിറച്ചും കർട്ടൻ ഇട്ടിരിക്കുകയാണ് വിൻഡോസിലെല്ലാം. അപ്പോൾ അവന് അകത്തേക്ക് നോക്കാനും പറ്റുന്നില്ല. ആകെപ്പാടെ നിരാശയായി അല്ലേ. ദാറ്റ് കാൺ ബി ഇറ്റ്, ഹി സെഡ്. ഇതായിരിക്കില്ല, അതാവാൻ ഒരു വഴിയില്ല. ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് മാർച്ച് അറൗണ്ട് ദി കോർണർ അപ് ടു ദി ലോങ് ബ്ലോക്ക് ആൻഡ് ടു ദി നെക്സ്റ്റ് കോർണർ. എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വളവ് തിരിഞ്ഞ് നീണ്ട ബ്ലോക്കിൻ്റെ അടുത്ത കോണിലേക്ക് അവൻ്റെ യാത്ര അവൻ തുടർന്നു. There were yellow houses and brown houses and many colored houses. അവിടെ ധാരാളം യെല്ലോ ഹൗസ് ഉണ്ടായിരുന്നു, ബ്രൗൺ ഹൗസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് കളേർഡ് ഹൗസസ് വേറെ ഉണ്ടായിരുന്നു. ബട്ട് not one of them was a little round red house with no windows and no doors, a chimney on top and a star in the middle. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ലിറ്റിൽ റെഡ് ഹൗസ് അല്ല, വിൻഡോസ് ഇല്ലാത്തതല്ല, ഡോറുകൾ ഇല്ലാത്തതല്ല, ചിമ്മിനി മുകളിലില്ല അല്ലേ, നടുക്ക് സ്റ്റാറും ഇല്ല. അങ്ങനെ ഒരു വീട് അവനപ്പോൾ കണ്ടെത്താൻ സാധിച്ചില്ല. As he was standing on the sidewalk feeling puzzled, a little white mail truck pulled up. The mail carrier poked his head out of the window and said, "Little boy, are you lost?" അപ്പോൾ അവൻ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ, ചിന്താക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ എന്താണ്, നടപ്പാതയിൽ അവനങ്ങനെ നിൽക്കുന്ന സമയത്ത് വെള്ള നിറത്തിലുള്ള ഒരു തപാൽ ട്രക്ക് അവിടെ വന്നു. ട്രക്ക് ഓടിച്ചിരുന്ന ആൾ ജനലിലൂടെ വെളിയിലേക്ക് തലയിട്ട് ചോദിച്ചു. ജനലിലൂടെ എന്ന് വെച്ചാൽ അവൻ്റെ അയാളുടെ കാരിയറിൻ്റെ വെളിയിലേക്ക് തലയിട്ട് ചോദിച്ചു. പോക്ഡ് ഔട്ട് ഓഫ് ഹിസ് ഹെഡ് ഓഫ് ദ വിൻഡോ ആൻഡ് സെഡ്, "ലിറ്റിൽ ബോയ്, ആർ യു ലോസ്റ്റ്?" എന്താ കുട്ടി, നിനക്ക് വഴിതെറ്റി നീ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. "ആർ യു ലോസ്റ്റ്" എന്ന് ചോദിച്ചാൽ വഴിതെറ്റി നിൽക്കുകയാണോ. "ഓ നോ," ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്. I live at Ivy Rock Lane, Bridgewater, New Jersey. അവന് വഴി തെറ്റിയിട്ടില്ല എന്ന് അവൻ ഉറപ്പിക്കുകയാണ്. അല്ല, ന്യൂ ജേഴ്സിയിലെ ബ്രിഡ്ജ് വാട്ടറിലെ ഐവി റോക്ക് ലെയിനിലാണ് ഞാൻ താമസിക്കുന്നത് എന്നയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. "That's right around the corner," the mail carrier said. "No, you are not lost." അപ്പം മെയിൽ കാരിയർ പറയുകയാണ്, വണ്ടിക്കാരൻ പറയുകയാണ്, എന്താണ്, അത് ആ വളവിലാണല്ലോ എന്ന് പറയുകയാണ്. നിനക്കപ്പോൾ വഴിയൊന്നും തെറ്റിയിട്ടില്ല അല്ലേ. The little boy asked, "Do you know where everyone lives around here?" നിങ്ങൾക്ക് ഇവിടെ എല്ലാവരും എവിടെയൊക്കെ താമസിക്കുന്നതെന്ന് അറിയോ എന്ന് ലിറ്റിൽ ബോയ് അയാളോട് ചോദിക്കുകയാണ്. "I am looking for a special house." ഞാനൊരു പ്രത്യേകതരം വീട് തിരയുകയാണ്. നിങ്ങൾക്ക് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എവിടെയാണ് താമസിക്കുന്നതെന്നൊന്ന്
പറയാൻ സാധിക്കുമോ? The little boy said, "My mother sent me to find a little red house with no windows and no doors, a chimney on the top and a little star in the middle." അപ്പോൾ അമ്മ അവനെ എത്തരത്തിലുള്ള വീട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞു വിട്ടതെന്ന് ഇയാളോട് വിവരിച്ചു. അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇനി പറയണ്ടല്ലോ അല്ലേ? എന്താണ്? ലിറ്റിൽ റെഡ് ഹൗസ് ആയിരിക്കണം, വിൻഡോസ് ഉണ്ടാവാൻ പാടില്ല, ഡോറുകൾ ഉണ്ടാവാൻ പാടില്ല, ടോപ്പിൽ ചിമ്മിനി വേണം, നടുക്ക് സ്റ്റാറും വേണം. The little boy, the mail carrier said, "I have been to every house in town, but I have never seen a house like that before. Are you sure your mother isn't pulling your leg?" അപ്പോൾ ആ വണ്ടിക്കാരൻ പറയുകയാണ്, അദ്ദേഹം ഗൗരവത്തോടുകൂടി പറയുകയാണ് ഇങ്ങനെ, ഞാൻ ഈ ടൗണിലെ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് അല്ലേ? അല്ല പറയും, ഞാൻ ഈ വീട് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു വീട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നിൻ്റെ അമ്മ നിന്നെ വിശ്വസിപ്പിച്ച് കളിപ്പിക്കുകയല്ലെന്ന് നിനക്ക് ഉറപ്പല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതിന് പുള്ളിങ് യുവർ ലെഗ് എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ നിന്നെ കളിപ്പിക്കുകയല്ലല്ലോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. "Oh no," the little boy answered. "ഏയ്, അങ്ങനെയൊന്നുമില്ല. My mother wouldn't tease me." എൻ്റെ അമ്മ എന്നെ അങ്ങനെയൊന്നും പറ്റിക്കുകയും കളിയാക്കുകയും ഒന്നും ഇല്ല, കളിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. She said she found the same house when she was just my age. I know it's real. അമ്മ എന്നോട് പറഞ്ഞല്ലോ, അമ്മ ചെറുതായിരിക്കുമ്പോൾ ഇതുപോലൊരു വീട് കണ്ടിട്ടുണ്ടെന്ന്. എനിക്കറിയാം, അത് സത്യമായിരിക്കും. അമ്മേനെ കുട്ടിക്ക് വിശ്വാസമാണ്. അമ്മമാർ മക്കളെ പറ്റിക്കില്ലല്ലോ അല്ലേ? The mail carrier shook his head sorrowfully and said, "Sorry, I can't help you, my friend." അപ്പോൾ മെയിൽ കാരിയർ എന്ത് ചെയ്തു? അദ്ദേഹം കുട്ടിയോട് പറയുകയാണ്, എങ്ങനെയാണ് ദുഃഖത്തോടുകൂടി തല കുലുക്കിക്കൊണ്ട്, സോറോഫുള്ളി എന്ന് വെച്ചാൽ ദുഃഖത്തോടുകൂടി തല കുലുക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ക്ഷമിക്കണം, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ അദ്ദേഹം പറയുകയാണ്, "I have got to be getting on my way." എനിക്ക് എൻ്റെ പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. "It's time to deliver the mail." എനിക്ക് മെയിലുകളെല്ലാം, ലെറ്റേഴ്സൊക്കെ കൊടുക്കേണ്ട സമയമായി. Waving goodbye, he drove off down the road. അപ്പം ടാറ്റ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് പോയി. The little boy tromped around the next corner and down the ബ്ലോക്ക്. അപ്പം വണ്ടിക്കാരൻ പോയല്ലോ. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? അവൻ ആ ബ്ലോക്കിൻ്റെ അടുത്ത മൂലയിലും നടന്ന് നോക്കി. ട്രോംഡ് അറൗണ്ട് ദി നെക്സ്റ്റ് കോർണർ ആൻഡ് ഡൗൺ ദി ബ്ലോക്ക്. ദെൻ എവ്രി ഹൗസ് ഹാഡ് വിൻഡോസ് ആൻഡ് ഡോർസ്. എന്താണ്? എല്ലാ വീടുകൾക്കും ജനലും വാതിലും ഉണ്ട് അല്ലേ? സം were red, ചിലത് റെഡാണ്. സം ഹാഡ് ചിമ്മിനീസ്, ചിലത് ചിമ്മിനിയുണ്ട്. ബട്ട് നോട്ട് വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്മിനി ഓൺ ദി ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദി മിഡിൽ. അമ്മ പറഞ്ഞതുപോലെ റൗണ്ടായിട്ടുള്ള റെഡ് ഹൗസ്, വിൻഡോസും ഇല്ല, ഡോഴ്സും ഇല്ല, ടോപ്പിൽ ചിമ്മിനി ഉള്ളതും നടുക്ക് സ്റ്റാർ ഉള്ളതും, അങ്ങനെ ഒരു വീട് മാത്രം ഇല്ല. He stopped again to think and looked up to see a police car cruising down the street. അപ്പം അങ്ങനെ അവൻ നിൽക്കുമ്പോഴത്തേക്കിനും എന്താണ്? അതാണ് ഒരു വണ്ടി വരുന്നു. അതൊരു പോലീസ് കാറാണ് അവൻ കണ്ടത് അല്ലേ? മിതമായ വേഗത്തിൽ വരുന്ന ഒരു പോലീസ് വണ്ടിയാണ് കണ്ടത്. ക്രൂയിസിങ് ഡൗൺ ദി സ്ട്രീറ്റ് എന്ന് വെച്ചാൽ പതിയെ മെല്ലെ വരുന്ന ഒരു വണ്ടി. അതവൻ്റെ അരികത്തെത്തി നിർത്തിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ജനലിലൂടെ അവർ തല വെളിയിലിട്ടിട്ട് ചോദിച്ചു, "കുട്ടി, നിനക്ക് വഴി തെറ്റിയിട്ടുണ്ടോ?" എന്നിട്ട് ഇറ്റ് പുൾഡ് അപ്പ് അലോങ് ഹിം സൈഡ് ആൻഡ് എ പോലീസ് ഓഫീസർ പോക്ഡ് ഹെഡ് ഔട്ട് ഓഫ് ദി വിൻഡോ. "ലിറ്റിൽ ബോയ്, ആർ യു ലോസ്റ്റ്?" മെയിൽ കാരിയർ ചോദിച്ചതുപോലെ തന്നെ ഈ പോലീസ് വുമണും ചോദിച്ചു. "Oh no," the little boy replied. "ഏയ് ഇല്ല, I live at Ivy Rock Lane, Bridgewater, New Jersey." എവിടെയാണ് താമസിക്കുന്നതെന്ന് അവൻ മെയിൽ കാരിയറിനോട് പറഞ്ഞതുപോലെ ഇവിടെയും പറഞ്ഞു. "That's right." Around the block, the police officer said. "No, you are not
ലോസ്റ്റ്. ഏയ് കുട്ടി, നിനക്ക് വഴി തെറ്റിയിട്ടില്ല. അതായത് എന്താണ്, അത് ഈ വളവിലാണല്ലോ, അപ്പോൾ നിനക്ക് വഴി തെറ്റിയിട്ടില്ല, പോലീസ് ഉദ്യോഗസ്ഥ പറയണം. ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്, ഡു യു നോ വെർ എവ്രി വൺ ലിവ്സ് അറൗണ്ട് ഹിയർ? പിന്നെയും ചോദിക്കുകയാണ്, ഇങ്ങനെ നേരത്തെ ആളോട് ചോദിച്ചതുപോലെ തന്നെ പോലീസുകാരോട് ചോദിക്കുകയാണ്, ഇവിടെ എല്ലാവരും ഇവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ? ഐ ആം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ്. ഐ ആസ്ക്ഡ് ദ മെയിൽ കാരിയർ ആൻഡ് ഹി ഡിഡ്ന്റ് നോ വെർ ഇറ്റ് വാസ്. ഞാൻ മെയിൽ കാരിയറിനോട് ചോദിച്ചു, പക്ഷേ അദ്ദേഹത്തിനും അറിയില്ല ഈ വീട് എവിടെയാണെന്ന്. ദ ഓഫീസർ സെഡ്, ലിറ്റിൽ ബോയ്, ഐ നോ ദിസ് നെയ്ബർഹുഡ് ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ ഹെഡ്. I drive up these streets and down these streets every day, making sure things are safe around here. What house do you want to find? അപ്പോൾ ഉദ്യോഗസ്ഥ പറഞ്ഞു, കുട്ടി, ഈ പ്രാവശ്യം എനിക്ക് ഈ പ്രദേശം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഈ വഴിയിലൂടെ ഞാൻ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നതാണ്. എന്തിനാണ്? ഇവിടെ എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നടക്കുന്നത്, ഉറപ്പ് വരുത്തുന്നുമുണ്ട്. ഏത് വീടാണ് നിനക്ക് കണ്ടുപിടിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ്. No, the officer said, the little boy, I know this neighborhood like the back of my hand. I drive up these streets and down these streets every day, making sure things are safe around. What house do you want to find? അപ്പോൾ കുട്ടി വിവരിക്കാൻ തുടങ്ങി. The little boy said, my mother sent me to find a little red house with no windows, no doors, a chimney on the top and a star in the middle. അപ്പം ഓഫീസർ ഇത് കേട്ടു. ലിറ്റിൽ ബോയ്, ദ ഓഫീസർ സെഡ്, ഐ ഹാവ് ബീൻ പാസ്റ്റ് എവറി ഹൗസ് ഇൻ ദി ടൗൺ, ബട്ട് ഐ ഹാവ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. ആർ യു ഷുവർ ദാറ്റ്സ് വാട്ട് യുവർ മദർ സെഡ്? അപ്പോൾ എന്താണ്? അപ്പോൾ ഉദ്യോഗസ്ഥ പറയുകയാണ്, ഞാനിവിടെ എല്ലാ വീടുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്, എന്നാൽ ഇതുപോലൊരു വീട് ഞാൻ കണ്ടിട്ടേ ഇല്ല. നിൻ്റെ അമ്മ പറഞ്ഞത് ഇത് തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആർ യു ഷുവർ ദാറ്റ് വാട്ട്സ് യുവർ മദർ സെഡ്? ഓ യെസ്, ദ ലിറ്റിൽ ബോയ് ആൻസേർഡ്. ഷീ സെഡ് ഷീ ഫൗണ്ട് ദ സെയിം ഹൗസ് വെൻ ഷീ വാസ് ജസ്റ്റ് മൈ ഏജ്, സോ ഐ നോ ഇറ്റ്സ് റിയൽ. എൻ്റെ ഇതേ പ്രായമുള്ളപ്പോൾ അമ്മ ഈ വീട് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടിട്ട് എനിക്കറിയാം എൻ്റെ അമ്മ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് അറിയാം. ദ പോലീസ് ഓഫീസർ സെഡ്, സോറി, ഐ കാൺട്ട് ഹെൽപ്പ് യു ബഡി, ഐ ഹാവ് ഗോട്ട് ടു ബി ഗെറ്റിംഗ് ബാക്ക് ടു മൈ സ്ട്രീറ്റ് പെട്രോൾ. എനിക്ക് എൻ്റെ പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് തിരിച്ചു പോകണം, അപ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ബഡ്ഡി എന്ന് ഉദ്ദേശിക്കുന്നത് സുഹൃത്തെന്നാണ്. വേവിങ് ഗുഡ് ബൈ ഷീ ഡ്രൂ ഓഫ് ഡൗൺ ദി റോഡ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കൈവീശി യാത്ര പറഞ്ഞിട്ട് അവർ വണ്ടി ഓടിച്ച് പോയി. The little boy was getting discouraged. His mother said he wouldn't even need to cross the street, but no matter how hard he looked, he could not find the house he was looking for. There was just one more house to check, and that was Mr. Fitz's house at the end of the block. അപ്പോൾ എന്താണ്? ഹി വാസ് ഡിസ്കറേജ്ഡ് എന്ന് വെച്ചാൽ അവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ അവന് തോന്നി, അല്ലേ? വഴി കുറുകെ കടക്കുക പോലും വേണ്ടെന്നാണ് അമ്മ പറഞ്ഞത്, അല്ലേ? പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കുട്ടിക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നെന്താണ്? അപ്പോൾ അവൻ ഓർത്തു, ഇനി ആ ബ്ലോക്കിൻ്റെ അറ്റത്തുള്ള മിസ്റ്റർ ഫെറ്റ്സറുടെ വീടും കൂടി മാത്രമേ ഇനി പരിശോധിക്കാനുള്ളൂ എന്നവൻ പെട്ടെന്ന് ഓർത്തു. ദർ വാസ് ജസ്റ്റ് വൺ മോർ ഹൗസ് ടു ചെക്ക്, ആൻഡ് ദാറ്റ് വാസ് മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ഹൗസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ബ്ലോക്ക്. അപ്പോൾ കുട്ടിക്കൊരു പ്രതീക്ഷ മനസ്സിൽ തോന്നി. അപ്പം ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക, ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് മീനിങ്സ് പറഞ്ഞുതരാം. ഡിസ്കറേജ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ എന്നാണ് പറഞ്ഞത്. പിന്നെ എന്ന് വെച്ചാൽ എന്താണ്? 1 by 1 എന്ന് വെച്ചാൽ ഓരോന്നോരോന്നായി. ബഡ്ഡി എന്ന് വെച്ചാൽ ഫ്രണ്ട് എന്നാണ്. ക്രോയിസിങ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്താണ്? അമിതമായ വേഗത്തിൽ സഞ്ചരിക്കുക, അല്ലേ? സൈഡ് വോക്ക് എന്ന് വെച്ചാൽ പേയ്മെൻ്റാണ്, നടപ്പാത. പുള്ളപ്പ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെന്താണ്? ടീസ് എന്ന് വെച്ചാൽ പരിഹസിക്കുക, കളിയാക്കുക എന്നൊക്കെയാണ്. മിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വിരലുകൾ ഒന്നിച്ചും
പിന്നീട് തള്ളവിരൽ മാത്രം പ്രത്യേകിച്ചും ഇടാൻ പറ്റുന്നത്. സ്റ്റെയർ എന്ന് വെച്ചാൽ എന്താ, തുറിച്ച് നോക്കുക, കണ്ണുമിഴിച്ച് നോക്കുക. എക്സ്പ്ലോർ എന്ന് വെച്ചാൽ സസൂക്ഷ്മം നിരീക്ഷിക്കുക. അൺഅവെയർ എന്ന് വെച്ചാൽ അറിയാത്ത അവസ്ഥ, ഒന്നും അറിയില്ലാത്ത പോലെ. സറൗണ്ടിങ്സ് പരിസരം അല്ലേ, ചുറ്റുപാട്. എ ബിറ്റ് എന്ന് പറഞ്ഞാൽ അല്പസമയം, അല്പം. പുട്ട് ഓൺ എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കുക. അത്രയാണ് നമുക്ക് ഇതിൻ്റെ മീനിങ്സ് നിങ്ങൾക്ക് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ മിസ്റ്റർ ഫെറ്റ്സറിൻ്റെ ഹൗസിനെ കുറിച്ചിട്ടാണ് കുട്ടി ഓർത്ത് നിൽക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.